ചെർപ്പുളശ്ശേരിക്ക് തന്നെ അഭിമാനമായി മാറിയ ഒരു അച്ഛനെയും മകനെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മെന്റലിസം, ഹിപ്നോട്ടിസം മേഖലകളിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ ചെർപ്പുളശ്ശേരി സ്വദേശികളായ മുജീബ് ടി.കെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ഫിസാനുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ, അതായത് മെന്റലിസം, ഹിപ്നോട്ടിസം മേഖലകളിലൊക്കെ ഒരു വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുക എന്നുള്ളത് തികച്ചും ഒരു അഭിമാനകരമായ കാര്യമാണ്. അതിനൊപ്പം ഒരു അച്ഛനും അതോടൊപ്പം ഒരു മകനും ഈ ഒരു ഇരട്ട നേട്ടം കൈവരിക്കുക എന്നുള്ളത് തീർത്തും ഒരു അപൂർവ കാഴ്ചയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു നേട്ടത്തെ? വളരെ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റീൽസിൻ്റെ പുറത്ത് ഇത് സത്യമാണോ കളവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ മെസ്സേജ് അയച്ചതാണ്. ഷെരീഫ് സാർ എന്ന് പറഞ്ഞ ആൾക്ക് മെസ്സേജ് അയച്ചതാണ്. പക്ഷേ അയാളെ അവിടെ പോയിട്ട് നമ്മളിത് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ചെന്ന ടൈമിൽ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഇയാൾ ചെയ്യുന്നതിൻ്റെ ആകാംക്ഷഭരിതനായിട്ട് ഇരുന്ന് പോയി കണ്ടടിച്ച് പോയി. പച്ചമുളക് ചോക്ലേറ്റ് ആണെന്ന് പറയാം, വെള്ളം കൊടുത്തിട്ട് ജ്യൂസാണെന്ന് പറയാം. അപ്പോൾ ഇത് നടക്കുമെന്നില്ല. അതാണ് ഹിപ്നോട്ടിസം മേഖലയിൽ ഇത് കണ്ടപ്പോൾ. പിന്നെ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളും ഇതിൻ്റെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇത് എന്തായാലും നടക്കുന്നുള്ളത് നമ്മളെ കൊണ്ട് തോന്നി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളത് പഠിക്കാന്നുള്ളൊരു ക്രൈസായി മാറി. ആദ്യത്തെ 2 ക്ലാസ്സുകൾക്ക് പോകുമ്പോഴൊന്നും മോനെ കൊണ്ടുവരുന്നില്ല. പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് ഇതായി തുടങ്ങുന്നുണ്ടപ്പോൾ പിന്നെ മോനെ കൂട്ടിന് കൊണ്ടുപോയപ്പോൾ പിന്നെ അവനും അവിടെ വന്നപ്പോൾ പിന്നെ അവനും ഇതിലേക്ക് ഇതായി. പിന്നെ അവിടെ ക്ലാസ്സിൽ വരുന്നത് പറഞ്ഞാൽ ഫുള്ള് ഗ്രാജുവേറ്റ് ആൾക്കാരാണ്. സുപ്രീം കോടതി, ഹൈക്കോടതിയിലെ വക്കീൽമാർ, ഡോക്ടർമാർ, പിന്നെ കുറേ എൻജിനീയേഴ്സ്, കൂടുതൽ ടീച്ചർമാർ, അങ്ങനെ കുറേ ഉസ്താദ്മാർ, ഇവരൊക്കെ ഇതിൻ്റെ ഇതാക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അൻഷാഫി കാലടി, അതേമാതിരി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ്. എല്ലാം മാഷ സ്റ്റുഡൻസാണ്. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ നമുക്കും അതിൻ്റെ ഒരു ത്രില്ല് തോന്നിയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്തു. സത്യത്തിൽ ഈ ഒരു 10 വയസ്സുകാരൻ ഈ ഒരു വേൾഡ് വൈഡ് റെക്കോർഡ് നേടുക എന്നുള്ളത്, അതുപോലെ അച്ഛൻ്റെ കൂടെ ആ ഒരു റെക്കോർഡ് നേടുക എന്നുള്ളത് ശരിക്കും ഒരു അപൂർവ കാഴ്ചയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം മേഖലയിലേക്ക് വന്നപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ലതായി ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിപ്പോൾ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? അച്ഛൻ ഇത് പഠിക്കുന്നത് കണ്ടിട്ടാണോ അതോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കണ്ടിട്ടാണോ? എങ്ങനെയാണ് ഇതിലേക്കൊരു താല്പര്യം വന്നു തുടങ്ങിയത്? രണ്ടുകൊണ്ടും നല്ല ഫണ്ണായി തോന്നി. അപ്പോൾ ഇതിലേക്ക് വരാൻ എനിക്കൊരു പൂതി തോന്നിയപ്പോൾ പറഞ്ഞപ്പോൾ എന്നെയും കൊണ്ടേ അപ്പോൾ നല്ല ഫണ്ണായി. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചു. അപ്പോൾ കൂട്ടുകാരടുത്തും സ്കൂളിലൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു? അവർ നിനക്കോ ഇങ്ങനെ കിട്ടിയത് അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടൊക്കെ. ആരെങ്കിലും ക്ലാസ്സിലുള്ള കൂട്ടുകാരെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ആരെങ്കിലും ഇതേപോലെ ഹിപ്നോട്ടിസം കാര്യങ്ങളോ മെന്റലിസം കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? അവരുടെ അടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് സക്സസ് ആയി, കുറച്ച് ഫ്ലോപ്പായി, അങ്ങനെയൊക്കെ ഉണ്ടായി. വേറെ ഇതിലിപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു എന്താ പറയുക, പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇതേപോലെ ഒരു വേൾഡ് വൈഡ് റെക്കോർഡ് നമ്മുടെ സ്കൂളിലെ കുട്ടിക്ക് കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് തികച്ചും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? പറഞ്ഞേക്കണു. എൻ്റെ ടീച്ചർ ഞാൻ മേടിച്ചപ്പോൾ ഫോട്ടോ വിട്ടെടുത്തപ്പോൾ കൺഗ്രാജുലേഷൻ, നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടിയാണ്. ഇപ്പോൾ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ പുരസ്കാര വിതരണം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് മോഹൻലാലിൻ്റെയും മുതുകാട് സാറിൻ്റെയും മറ്റേ ഗുരുവായ RK മലയത്ത് സാറിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കൂടെ ഞങ്ങളുടെ ഗുരുനാഥനായ, നമ്മളെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് കണക്കൂട്ടുന്ന ഗുരുനാഥനായ പാത്മിയ ഇൻ്റർനാഷണലിൻ്റെ അക്കാദമിയുടെ നെടുന്തൂൺ ഷെരീഫ് സാറ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷായിരുന്നു. ആ മാഷ് ആ മേഖല സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മാഷ് തന്നെ സ്റ്റുഡൻറ്റ് വേറെ ഇതിലൊരു പോലീസുകാരുണ്ട്, അവർ ഇത് നിർത്തിയിട്ട് ഇത് പഠിപ്പിക്കുന്ന ട്രെയിനിങ് മാഷത്തിൽ ചെയ്തതായി. പിന്നെ ഒരുപാട് പോലീസുകാരും എല്ലാം അച്ചീവ് ചെയ്ത പോലീസുകാരെല്ലാം ഇതിലുണ്ട്. പിന്നെ നമ്മൾ വേങ്ങര സബ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ സാറെ കീഴിൽ പഠിച്ചിട്ട് ഇതേമാതിരി പേരും പ്രശസ്തി നേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചു. അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നാട്ടുകാരുടെ പ്രതികരണം അല്ലെങ്കിൽ വീട്ടുകാർ തികച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു മൊമെൻറ്റും കൂടി ആയിരിക്കും അവർക്കും കൂടി. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു പ്രതികരണവും സപ്പോർട്ടും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നത്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുടെ മുന്നിൽ ഞാൻ ഇവിടെ സാധാരണ കച്ചവടക്കാരനായിട്ട് ഇങ്ങനെ നടക്കണം, അങ്ങനെ ഫണ്ണായിട്ട് ഇങ്ങനെ നടക്കണം.
അങ്ങനെ ഇത് പിന്നെ പേരും പത്രത്തിലും അതിലതൊക്കെ ഇതിൽ കണ്ടപ്പോൾ അവർ ഇത് പഠിക്കാൻ പോകുന്നുണ്ടോ, ഇത് എന്ന് മുതൽ തുടങ്ങിയത് എന്നാണ്. പിന്നെ എൻ്റെ കുറേ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ഒറ്റപ്പാല റോട്ടിൽ നമുക്കൊരു ഇതുണ്ട്. അവർക്ക് പിന്നെ ആദ്യം മുതലേ ഞാൻ ഇത് ക്ലാസ്സിന് പോകുന്നത് അറിയാം. കാരണം ഓരോ ഞായറാഴ്ചകളിലും ഞാൻ ഇതിനായിട്ട് പോകുമ്പോൾ അവരെന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ അതിന് അധികം ചെല്ലാറില്ല. അപ്പോൾ ഞാൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു നോക്കാം. അവർക്ക് എല്ലാവർക്കും പിന്നെ അവരതിൻ്റെ പിന്നിൽ ഇതായപ്പോൾ അവരെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രചോദനമാണ്. കാരണം ഇതിന് ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ കുറേ കൂട്ടുകാർ, പിന്നെ എൻ്റെ പിന്നെ ഉറ്റ ഒരു ചങ്ക് സ്നേഹിതണ്ട് ബാബു എന്ന് പറഞ്ഞിട്ട് മലേഷ്യ. അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഒരു തമാശ രൂപേണ കലയിക്കുന്നു. ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവന് എന്തായാലും ഇങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചു, എന്നെക്കൊണ്ട് കഴിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ ഈ ക്ലാസ്സുകൾ തുടർന്ന് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ ഇത് റെക്കോർഡ് കിട്ടി ഇനിയിപ്പോൾ അത് മതി എന്നുള്ള തീരുമാനം? ഇല്ല, അങ്ങനല്ല. ഞാൻ ഓൾറെഡി ഇതിപ്പോൾ 5-6 മാസമായിട്ട് ഇതിൻ്റെ പിന്നിൽ തന്നെ ഉള്ളത്. ഞാൻ സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടുള്ള ഇതുള്ളതാണ്. സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് ആണ്. അത് കണ്ടിന്യൂ ആയി. ഇത് ക്ലാസ്സിൽ പോയി കൊണ്ട് ഇതൊരു ക്രൈസായിട്ട് മാറുകയാണ്. ഇത് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ക്രൈസാവും. പിന്നെ ആരിപ്പോൾ നിങ്ങൾ തന്നെ ഒരു പ്രാവശ്യം ഇത് കഴിഞ്ഞാൽ പിന്നെ മണ്ടടിച്ചിട്ട് ഇതിൽ പിന്നാലെ തന്നെ പോകും. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരുടെ മുന്നിൽ എന്തുകൊണ്ട് നമുക്ക് ഇതുമാതിരി കാണിച്ചുവിടാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ ഇതായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഈ മെൻ്റലിസത്തിൽ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിൽ നമുക്ക് മുജിബ് ഖാൻ്റെ ആ ഒരു ട്രിക്ക്, എന്തെങ്കിലും ഒരു ട്രിക്കും കൂടി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം, ഷുവറായിട്ടും പരിചയപ്പെടുത്താം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും എങ്ങനെയാണ്? അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരിതായിട്ട് എനിക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഇയാളെ ഫോണൊന്ന് ഇതുവരെ ഞാനിതിൽ ഒരു ഇത് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു പ്രഡിക്ഷൻ ചെയ്ത് വെക്കാം. ഇതിൽ ഒരു ഞാൻ പ്രഡിക്ഷൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇനി ഇയാളെ മനസ്സിലുള്ള ഒരു 2 അക്ക നമ്പർ മനസ്സിൽ വിചാരിച്ചു എത്രയാണ് സംഖ്യ പറഞ്ഞത്? 33. മാറ്റണം എന്നൊന്നുമില്ലല്ലോ. അത് ഇയാളെ ലൈഫിനെ കണക്ഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ആണോ? എൻ്റെ ഒരു ലക്കി നമ്പർ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6. ഓക്കെ. 33 അല്ലേ? 33 അല്ലോ. 33. മാറ്റണം എന്നൊന്നുമില്ല. ഇല്ല. ഓക്കെ. ഇതില് 100 നടന്മാരെ പേരുണ്ട്. ഇതിൽ 33ാമത്തെ നമ്പർ എന്താണ്? ദുൽഖർ സൽമാൻ. ഓക്കെ. ഇയാളെ കയ്യിൽ ഞാനൊരു ഫോണിലൊരു പ്രഡിക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എൻ്റെ ഗൂഗിളിൽ ദുൽഖർ സൽമാൻ. കറക്റ്റാ. അയ്യോ, അതെങ്ങനെ? ശരിക്കും സത്യമായിട്ടത് സക്സസ് ആയിട്ടോ. ഞാൻ എൻ്റെ ഗൂഗിളിൽ ഇദ്ദേഹം ഒരു പ്രഡിക്ഷൻ നടത്തി എന്നുള്ളത് സത്യമാണ്. ഞാനത് എന്താണെന്ന് കണ്ടിട്ടില്ല. ഒരു നമ്പർ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്ത നമ്പർ അതാണ്. പക്ഷേ സത്യമായിട്ട് അത് വർക്കായി. ഇതുമാതിരി നിങ്ങളുടെ ഫോണിന്റെ പാറ്റേൺ തുറക്കാം, നിങ്ങളുടെ ഗൂഗിൾ പേന്റെ പിന്ന് തുറക്കാം. കൂടുതലൊന്നും തുറക്കണ്ട. മനസ്സിൽ വിചാരിക്കുന്ന പേരെന്താന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കാം. ഇതെല്ലാം ഇതിൽ. ഓക്കെ. എന്തായാലും അപ്പോൾ വളരെ സന്തോഷം. ഇതുപോലുള്ള പ്രഡിക്ഷൻസ് ഇനി ഒരുപാട് ഉണ്ടാവട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മുജിബ് കപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ വലിയ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഹിപ്നോട്ടിസം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കും ഇത് കണ്ടിരിക്കാനൊരു കൗതുകമാണ്. അതേപോലെ ഇത് നമ്മുടെ നാട്ടിലും നമ്മുടെ കൂടെയുള്ള ഒരാളും ഇതേപോലെ ഒരു ഹിപ്നോട്ടിസം മേഖലയിലേക്ക് വന്നു, അതിന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു ഇടം നേടി അംഗീകാരം ലഭിച്ചു എന്നുള്ളത് പറയുന്നത് തികച്ചും ഒരു അഭിമാനകരമായ മുഹൂർത്തം തന്നെയാണ്. അപ്പോൾ എന്തായാലും മുജിബ് ഖാക്കും മകനും ഇനിയും ഈ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറ പേഴ്സൺ ശരത് കുമാറിനോടൊപ്പം ആര്യ ഉണ്ണികൃഷ്ണൻ, 1 ന്യൂസ്. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.